Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. നിങ്ങൾക്ക് അതിൽ എല്ലാം എന്നെ ലഭിക്കും. ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ ബെല്ലൈക്കൺ ഞെക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഒന്നും മിസ്സായി പോകത്തില്ല. ഓക്കെ, അപ്പം ഇതൊന്നും ഞാൻ കമ്പൽസറി ആയിട്ട് പറയല്ല. ഇഫ് യു പ്രിഫർ എന്ന് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. ഓക്കെ, നമുക്കിപ്പോൾ 200-ൽ പരം വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് 34 വർഷം ആകുന്നു. 34 years. ഞാൻ ആദ്യം ഭയപ്പെട്ടു. ഒരു യൗവനക്കാരനായിരുന്ന എനിക്ക് 34-35 വയസ്സുള്ളപ്പോഴാണ് ഞാനിത് ഡയബറ്റിക് സയൻസ് കണ്ടുപിടിക്കുന്നത്. ഒരു കാഷ്വൽ ടെസ്റ്റിൽ കണ്ടുപിടിച്ചാൽ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് കണ്ടുപിടിച്ചതല്ല. പക്ഷെ അന്നുകൊണ്ട് ഞാനിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി, എക്സസൈസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എന്നാലും ജോലി തിരക്ക് കാരണം അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ഗുളികകൾ മാറി മാറി കഴിച്ചു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുളികകൾ മാറി മാറി കഴിച്ചു. അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ ഇൻസുലിനായി ഇടയ്ക്ക്. ഇങ്ങനെ മുമ്പ് വിടുമ്പോൾ ഞാൻ ഓർത്തിൻ്റെ എൻ്റെ ദൈവം പോക്കാണല്ലോ, ഇങ്ങനെ ഒരു ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവുകയാണല്ലോ എന്നൊക്കെ ഓർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ റിട്ടയർ ചെയ്യുന്നതും പിന്നീട് ഈ ചാനലിൻ്റെ സ്പേസ് സൈമൺ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പ്രവർത്തനം ആദ്യമൊക്കെ ഫേസ്ബുക്കായിരുന്നു. ഒരു ക്രേസായപ്പോൾ ഇൻസ്റ്റഗ്രാമും കൂടെ തുടങ്ങി. പിന്നെയാണ് ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങി. പക്ഷേ ചാനൽ തുടങ്ങിയെങ്കിലും എനിക്ക് വ്യൂവേഴ്സും ഉണ്ട്, ടൈമും ഉണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അതുകൊണ്ട് പൈസയൊന്നും കിട്ടുന്നില്ല. എനിക്ക് പൈസ വലിയ ആഗ്രഹമില്ല, അത്യാവശ്യമൊക്കെ പൈസ ഉണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാനാണ് ഞാനിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഫേസ്ബുക്കുകാരിപ്പോൾ എനിക്ക് ഒത്തിരി അപ്രൂവൽ തന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കുറച്ച് ഡോളറൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പേപ്പർ വർക്കും പൈസയൊന്നും ഓഫർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം വ്യൂവേഴ്സ് ധാരാളമുണ്ട്. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണലായിട്ടും പോകുന്നുണ്ട്. അത് നമുക്കൊത്തിരി സന്തോഷമാണ്. നമ്മൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമല്ലേ. നമ്മൾ പറയുന്ന ഈ പോസിറ്റീവ് തിങ്കിങ് ഞാൻ പറയാറുള്ളൂ, വേറെ ഒന്നും പറയാറില്ല. അങ്ങനെ നെഗറ്റീവ് പറഞ്ഞതെങ്കിൽ ഞാൻ ഇപ്പോൾ പണ്ടേ ലക്ഷങ്ങളുടെ പിന്തുണയുള്ള ആളായിട്ട് മാറിയേനെ, പയ്യെ ജയിലിലോട്ടുമൊക്കെ പോയേനെ. പക്ഷെ നമ്മളതൊന്നുമില്ല. 3.5 വർഷമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. സീരിയസ് ആയിട്ട് ചെയ്യുന്നു. നമുക്കൊരു കമൻറ്റ് പോലും വന്നിട്ടില്ല. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളെ പറയത്തുള്ളൂ. ഇനി നെഗറ്റീവ് പറഞ്ഞാൽ അതിനകത്തെ പോസിറ്റീവ് നമ്മൾ എടുക്കും. ഗുഡ് മോർണിംഗ് എടുക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ സന്തോഷമുണ്ടെന്ന് പറയാൻ വന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഡയബറ്റിക്കൊക്കെ ആയിട്ട് എനിക്ക് നടക്കില്ല. എൻ്റെ ഡയബറ്റിക്ക് കൺട്രോൾഡാണ്. ഞാൻ സീരിയസ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭക്ഷണം കൺട്രോൾ ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ, ഇൻസുലിനൊക്കെ നിർത്തി ആദ്യം. പിന്നെ വലിയ ഭാരിച്ച ടാബ്ലറ്റുകൾ ഒന്നൊന്നായി കുറച്ച് വന്നു. ഇപ്പോഴും ചെറിയ ടാബ്ലറ്റുണ്ട്. പ്രഷർ രോഗത്തിൻ്റെ ഗുളികകൾ കുറച്ച് വന്നു. അവസാനം കഴിച്ചത് സെലാക്കാർ 10 ആണ്. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു സിലാക്കാർ 5 മതി. അതും കഴിച്ച് കഴിഞ്ഞു. ഇന്നലെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സൈമണ് പ്രഷറൊന്നും ഇല്ല, ഗുളിക കഴിക്കാതെ തന്നെ നോർമലാണ്, പിന്നെ തന്നെ ഗുളിക കഴിക്കും, നിർത്തിയേക്കാൻ പറഞ്ഞു. പ്രഷർ രോഗത്തിൽ ഞാൻ മോചിതനായിരിക്കുന്നു. സന്തോഷമല്ലേ കുശുമന്മാരെ, സന്തോഷമല്ലേ? ഇനി ഡയബറ്റീസ് നിന്ന് മോചിതമാകും. ഇപ്പം പുതിയൊരു എക്സർസൈസ് ഞാനിങ്ങനെ വായനയും പഠനത്തിൻ്റെയും ലോകത്തിലായിരുന്നപ്പം ഇവിടെ ദുബൈയിൽ ഒരു ഫേമസ് ഡോക്ടർ, മോഡേൺ മെഡിസിൻ്റെ വലിയ ഡോക്ടറാണ്, ഒരു ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ 2 എക്സർസൈസാണ്. ഒന്ന് നമ്മുടെ ഫാറ്റി ലിവർ ഉള്ള എക്സർസൈസും 2 ഡയബറ്റിക് പൂർണ്ണമായി മാറുന്നൊരു എക്സർസൈസുമാണ്. പുള്ളി സിമ്പിൾ എക്സർസൈസാണ്. ഞാൻ അതും കൂടി ഇപ്പോൾ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലമായിരിക്കാം പ്രഷർ മാറിപ്പോയത്. ഇപ്പോൾ ഷുഗർ കൺട്രോളായിട്ടുണ്ട്. ഇനി ടാബ്ലറ്റ് ഇല്ലാതെ കൺട്രോളാക്കാനാണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ അസുഖത്തെ അതിജീവിക്കുക അല്ലേ.
തീർച്ചയായിട്ടും ഡയബറ്റിക് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അസുഖമല്ല. അതായത് ഉഴപ്പിൽ നടക്കുന്ന ഒരു യുവാവിനെ നിങ്ങൾക്കറിയാമോ, പട്ടാളത്തിലേക്ക് റാലി എങ്ങനെ സാഹസികമായ രീതിയിലാണ് പരിശോധനയല്ല. ഇവൻ തൻ്റെടിയായിരിക്കണം, സ്മാർട്ടായിരിക്കണം, നല്ല എലിജിബിൾ ആയിരിക്കണം ഒക്കെ നോക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ കഞ്ചാവുകാരനുണ്ടാവും, ചെറിയ ചെറിയ പെറ്റി കേസിൽ പെട്ടവൻ കാണും, ഇത്തിരി മസിൽമാന്മാർ കാണും, തൻ്റെടികൾ കാണും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം എടുത്ത് പരിശീലനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴോ ഒന്നോതരം ഡിസിപ്ലിൻഡ് ഫോഴ്സായി കമാൻഡോസായിട്ട് ഇറങ്ങി വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഡയബറ്റിക് എന്ന രോഗം നിങ്ങളെ ശക്തരാക്കും. നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ ഡിസിപ്ലിൻ ലൈഫിൻ്റെ ഉടമയായി മാറും. എന്തും കെട്ടിയാൽ വലിച്ചു വാരി തിന്നുന്ന, ഒരു സമയക്ലിപ്തതയില്ലാതെ ജീവിക്കുന്ന, അത്യാവശ്യം വ്യായാമമൊന്നും ചെയ്യാതെ എല്ലാം ആസ്വദിച്ച് കഴിയുന്ന ഒരാളായിരിക്കാം നിങ്ങളൊരു പക്ഷേ നിങ്ങളപ്പോൾ അതിൽ നിന്ന് മാറി ഒരു അടിപൊളി ജീവിതത്തിലേക്ക് വരിക. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയി കഴിയുമ്പോൾ തന്നെ ഡയബറ്റിക് കൺട്രോളായി. നമ്മൾ ഡയബറ്റിക് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലേ? അതാണ് സംഭവം. അടിപൊളിയായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. ഞാനിപ്പം പ്രഷർ രോഗം പൂർണ്ണമായി മാറിയതിൻ്റെ ആഘോഷത്തിലാണ്. ഇനി ഡയബറ്റിക് മാറി എന്നുള്ളതും വലിയ താമസമില്ല വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. എൻ്റെ യൂട്യൂബ് ചാനലിൽ എക്സർസൈസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പുതിയ എക്സർസൈസ് കൊടുത്തില്ല, ഉടനെ കൊടുക്കും, നിങ്ങൾക്ക് അത് കയറാവുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഹായ് പറയുന്നു. ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ജീവിച്ചാൽ ഒരുമാതിരി, എൻ്റെ അനുഭവം വെച്ച് പറയാം, ഒരുമാതിരി അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഒരുമാതിരി പെയിനൊന്നും വരികയില്ല. എലിവേദന, കാലുവേദന, മുട്ടുവേദന, കല്യാണം മുടക്കാൻ നടക്കുമ്പോഴും അയൽവക്കക്കാരനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോഴൊക്കെ, പരിദൂഷണം പറയുമ്പോഴൊക്കെ നമുക്ക് ഓരോരോ സാമ്പിളുകൾ കിട്ടും. അതൊക്കെയാണ് ഗ്യാസ്, മുട്ടുവേദന, ഹായ് ഗുഡ് മോർണിംഗ് മുട്ടുവേദന എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് ജീവിക്കുക, അല്പസ്വല്പം പ്രാർത്ഥിക്കുക, ഒരു ഡിസിപ്ലിൻ ലൈഫ് നടത്തുക. ഇനി ഒന്നുണ്ട്, യാതൊരു കാരണവശാലും മലയാളികളായി നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ മദ്യപിക്കരുത്. ഈ ചൂടിന് നമ്മുടെ ബോഡി അങ്ങ് ഡീക്കായി പോവും. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, ഇത് രണ്ടും ഉപേക്ഷിക്കണം. നമ്മുടെ ഈ ക്ലൈമറ്റ് ചെയ്ത് നിങ്ങളിനിപ്പോൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ -20 ചെന്നാൽ ഒരു ലാർജ് അടിച്ചു. ഈ ചൂടത്തടിച്ച് നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ തകർക്കരുതെന്ന് പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.